മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ ആന്റോ അഗസ്റ്റിന് കുരുക്കുമുറുക്കിയ സർക്കാർ. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയേക്കും. കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്ന സാഹചര്യത്തിലാണ് നീക്കം. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ആയിരിക്കും അന്വേഷിക്കുക. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടുകളിലൊക്കെ കൃത്യമായ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകുക എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് മുന്നിൽ മറ്റ് നടപടികളില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിത്ത്, തീർച്ചയായും വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ മാത്രം ലക്ഷ്യമിട്ടാണ് ഈ അർജന്റീന ടീമിന്റെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനം ആസൂത്രണം ചെയ്തതെന്നാണ് സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 15 ദശലക്ഷം ഡോളർ വിദേശത്തേക്ക് ഇവർ അയച്ചിട്ടുമുണ്ട്. ഇതിന് ഇടനില എന്ന വിദേശ കളക്ഷൻ ഏജന്റിനെ കുറിച്ച് സർക്കാരിന് ഒരറിവുമില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിവാദ സ്ഥാപനത്തെയും ഒപ്പം തന്നെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ശക്തമാക്കാൻ ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമായിരിക്കുന്നത്. ആന്റോ അഗസ്റ്റിന് കുരുക്കുമുട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്താൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നതും നടപടികൾ സർക്കാർ തലത്തിൽ വേഗത്തിലാക്കുകയും ചെയ്യുന്നത്. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിരിക്കും ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് കോടികളുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പല കാര്യങ്ങളും സർക്കാരിനെ അറിയിക്കാതെയാണ് നടത്തിയത് എന്നുള്ള സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നേരിട്ടൊരു അന്വേഷണത്തിനപ്പുറം ഈ സാമ്പത്തിക കാര്യങ്ങൾ ഇടപാടുകൾ നടന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 15 ദശലക്ഷം ഡോളർ കൈമാറുന്നത് നിയമാനുസൃതമായിരിക്കണമെന്ന അടക്കം നമുക്കറിയാം. പക്ഷെ അതിലൊന്നും തന്നെ നിയമങ്ങളോ ചട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നിരിക്കെയാണ് ആന്റോ അഗസ്റ്റിന് നേരെ ഇപ്പോൾ കുരുക്കുമുറുക്കിക്കൊണ്ട് സർക്കാർ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരണം സർക്കാർ തലത്തിൽ അന്വേഷണ റിപ്പോർട്ടിലടക്കം വന്ന സ്ഥിതിക്കാണ് സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും ഒപ്പം തന്നെ അതിന്റെ ഉടമയടക്കമുള്ളവർക്കെതിരെ കൃത്യമായ നടപടിയിലേക്ക് ഇപ്പോൾ കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോടികളുടെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. പ്രജിത്ത്.